എല്ലാവർക്കും കർത്താവിൻ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. അല്പസമയം ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായത്തെ അതിൽ 1-ാമത്തെ വാക്യം വായിക്കുന്നു. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റ് അടുപ്പിച്ചു, വെള്ളം നിലച്ചു. നമുക്ക് ഈ ഭാഗം അറിയാം. നോഹയെ ദൈവം വിളിച്ച് കർത്താവിന്റെ കൃപ നോഹയുടെ മേൽ പകർന്ന് ദേശത്തിൽ വചനം പ്രസംഗിപ്പാൻ ശക്തമായി കാലഘട്ടത്തിൽ ഉപയോഗിച്ചൊരു മനുഷ്യനാണ് നോഹ. നമുക്ക് പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചവനെ സുവിശേഷം അറിയിക്കാൻ കഴിയും. കൃപ ലഭിച്ച വ്യക്തിക്ക് മാത്രമേ ചില കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ ജീവിതത്തിനകത്ത് നോക്കുമ്പോൾ നോഹ ദൈവസന്നിധിയിൽ വളരെ 1-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ വെള്ളം താഴുന്നത് കാണാൻ കഴിയും. കാരണം പ്രസംഗിക്കാൻ പറഞ്ഞത് കർത്താവാണ്. യഹോവയായ ദൈവം നോഹയോട് പറഞ്ഞു, നീ പ്രസംഗിക്കണം. ഇന്ന് പകലിൽ നീ പ്രസംഗിക്കണം. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. നീ എന്ത് ചെയ്യണം നോഹയെ? നീ പ്രസംഗിക്കണം. ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആര് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുമോ അവരൊക്കെ വിട്ടുപോകുമ്പോ ഈ ഭൂമിയിൽ ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും സാഹചര്യങ്ങൾ വരുമ്പോൾ അവരെല്ലാം മാറിപ്പോകും. പക്ഷേ മാറിപ്പോകാത്തൊരു കർത്താവ് നോഹയോട് കൂടെ 1-ാം നൂറ്റാണ്ടിൽ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. വളരെ ശക്തമായി ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചൊരു മനുഷ്യനാണ് നോഹ. ദൈവം പറയുന്നത് പോലെ ചെയ്യുക. ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നത് അതുപോലെ ചെയ്യാൻ എത്ര നോഹമാരിന്ന് പകൽക്കാലം തയ്യാറാണ്. നിങ്ങളോട് കൂടെ ഇരുന്ന് ദൈവം പറയുന്നത് പറയിക്കാൻ ആമേൻ. ദൈവം നിങ്ങളെ കരങ്ങളിലെടുക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, നോഹയുടെ ബുദ്ധി കൊണ്ടല്ല പെട്ടകം ഉണ്ടാക്കിയത്. ദൈവം പറഞ്ഞു, നീ പെട്ടകമുണ്ടാക്ക്. സകലരെയും പെട്ടകത്തിനകത്ത് കയറ്റാൻ പറഞ്ഞു. ഉറക്കെ പ്രസംഗിച്ചു. വെള്ളം, മഴ ഇതെല്ലാം വരാൻ പോകുന്നു. വെള്ളം പൊങ്ങും, മഴ പെയ്യും. ഇതൊക്കെ പറഞ്ഞിട്ടും ഒരാള് പോലും അനുസരിക്കാതിരിക്കുമ്പോൾ നോഹയും തന്റെ കുടുംബവും 8 പേരടങ്ങുന്ന ഒരു കുടുംബവും പെട്ടകത്തിനകത്ത് കയറി. എന്നിട്ട് സകല മൃഗങ്ങളും ഇഴജന്തുക്കളും എല്ലാത്തിൽ നിന്നും ഈരണ്ടായി ആണും പെണ്ണുമായി ഈ പെട്ടകത്തിനകത്ത് കയറ്റി. ഉലകം മുഴുവനും പറഞ്ഞു, ഇല്ല, ഈ പെട്ടകം മുങ്ങും. ഇല്ല, ആ പെട്ടകത്തിന്റെ വാതിലടച്ചത് ദൈവമാണെങ്കിൽ, ഇതിനെ പണിയാൻ ദൈവം പറഞ്ഞെങ്കിൽ ഒരിക്കലും ഇത് മുങ്ങത്തില്ല. അതുവരെ അറിയപ്പെടാത്ത അരാറൂത്ത് പർവ്വതത്തിന്റെ മുകളിൽ ഈ പെട്ടകം വന്നിരിക്കുകയാണ്. അതുവരെ അറിയപ്പെടാത്ത പെട്ടകം എവിടെ ഇരിക്കോ അന്ന് നീ അറിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ലോകം നിന്നെ നോക്കുന്ന, ലോകം നിന്നെ ആദരിക്കുന്ന നാഴിക വരുന്നു. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് മരച്ചില്ലകൾ കൊണ്ട് കാട് പിടിച്ചു കിടക്കുന്ന പർവ്വതമാണെങ്കിലും പെട്ടകമൊന്ന് ഇരിക്കാൻ ശ്രമിച്ചാൽ ആ പർവ്വതത്തെ ലോകം മുഴുവനും അറിയും. പ്രൈസ് ദി ലോർഡ്. ആ പെട്ടകത്തിനകത്ത് ഇരിക്കുന്ന വ്യക്തികൾ പ്രധാനപ്പെട്ടവരാ. ആ പെട്ടകത്തിനകത്ത് ഇരിക്കുന്ന ആൾക്കാർ കർത്താവിന് പ്രധാനപ്പെട്ടവരാ. ദൈവം പറഞ്ഞിട്ടാ പെട്ടകത്തിനകത്ത് കയറിയത്. ഈ പ്രഭാതത്തിൽ കർത്താവ് പറഞ്ഞിട്ടാണ് ഈ പെട്ടകത്തിനകത്ത് കയറിയെങ്കിൽ ഈ പെട്ടകത്തെ ഉറപ്പിപ്പാൻ ദൈവം സർവശക്തനാണ്.
ഈ പെട്ടകത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആമേൻ. എന്നാൽ ഒരു കാര്യം പറയാം, ഇതിനകത്ത് ഒത്തിരി മൃഗങ്ങളുണ്ടായിരുന്നു, പല വെറൈറ്റിയുള്ള വിഷസർപ്പങ്ങളുണ്ടായിരുന്നു, ദേഷ്യം വന്നാൽ ചീറ്റുന്ന മുള്ളം പന്നി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനെയും നിയന്ത്രിപ്പാൻ നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചെങ്കിൽ, ഇന്ന് പകലിൽ ചിലത് നിയന്ത്രിപ്പാൻ, ചിലതിനെ ശാസിപ്പാൻ ദൈവം നിങ്ങൾ കൃപ തരാൻ പോയ ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോയ. ആമേൻ. ഇവിടെ നമ്മൾ നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും എന്ത് ചെയ്തു? ഓർത്തു. ഒന്ന് ഓർക്കാതിരുന്നെങ്കിൽ ഈ പെട്ടകം മുങ്ങിയനെ. സ്തോത്രം. ദൈവം ഓർത്തത് കൊണ്ടാ ഇന്ന് ഈ ഭൂപരപ്പിന്റെ മേൽ ദൈവം നിർത്തിയിരിക്കുന്നത്. ദൈവം നിന്നെ ഓർത്തത് കൊണ്ടാ, എന്നെ ഓർത്തത് കൊണ്ടാ ദൈവം നിർത്തിയിരിക്കുന്നത്. നമ്മുടെ മിടുക്കോ സാമർഥ്യമോ വിദ്യാഭ്യാസമോ കുടുംബ പശ്ചാത്തലമോ മറ്റൊന്നുമല്ല വിഷയം. ദൈവം നിന്നെ ഓർത്തു. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. അതല്ലേ ദൈവത്തിന്റെ സന്നിധിയിൽ നോഹ, കുടുംബം, തലമുറകൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോ അവർ പറഞ്ഞതും പാടിയതുമായ പാട്ട്, എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ, എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. നോഹയെ ഓർത്ത ദൈവം, പെട്ടകത്തെ ഉറപ്പിച്ച ദൈവം, ഇന്ന് പകലിൽ കർത്താവെ കുടുംബങ്ങളെ ഉറപ്പിക്കുന്ന, സഭകളെ ഉറപ്പിക്കുന്ന, മിനിസ്ട്രിയെ ഉറപ്പിക്കുന്ന ഒരു ദൈവശക്തിക്കായി സ്തോത്രം. അങ്ങോട്ട് പകൽക്കാലം പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ